ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ അകലുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്താൻ മടിയുണ്ട് എന്ന് മാത്രമല്ല, അടുത്തുള്ളവന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും, പരിചയക്കാരനോട് വിശേഷങ്ങൾ അന്വേഷിക്കാൻ പോലും കഴിയാത്തയത്ര അകലം മനുഷ്യബന്ധങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെയുള്ളത്. ഒരുപക്ഷെ സുഹൃത്തുക്കളായി എണ്ണത്തിൽ നമുക്ക് കുറെ ആളുകൾ ഉണ്ടാവും. നാം ഇടപെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റു സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ നമ്മുടെ സംസാരങ്ങൾ കേൾക്കാനും നമ്മുടെ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് മറുകുറി പറയാനുമൊക്കെ ആളുകളുണ്ടാവും. പക്ഷേ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളുടെ ഊഷ്മളത, ആ ബന്ധങ്ങളുടെ സുദൃഢത കാരണത്താൽ നമുക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട സന്തോഷവും സമാധാനവും എവിടേക്കാണ് മറഞ്ഞുപോയത് എന്ന് നമ്മൾ ആകുലപ്പെടേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. എത്ര ക്രൂരമായാണ് മനുഷ്യർക്കിടയിലുള്ള ഇടപെടലുകൾ എത്തിക്കുന്നത്. കേൾക്കുന്നവർക്ക് ചെറിയ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അനുഭവങ്ങളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എങ്കിൽ, ബന്ധങ്ങളെ ചൂഷണം ചെയ്ത് മനുഷ്യർക്കിടയിലുള്ള ക്രൂരത സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള ആളുകൾക്ക് വലിയ മനപ്രയാസം സൃഷ്ടിക്കുന്ന വളരെ പ്രയാസകരമായ വാർത്തകളും ചിത്രങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ നമ്മളുടെ തൊട്ടടുക്കലുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന കുട്ടികൾ, അവരെ യുവാക്കളെന്നോ പ്രായമേറിയ ആളുകളെന്നോ കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. 19 വയസ്സ്, 21 വയസ്സ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കുട്ടികളായിട്ട് തന്നെ അവരെ കണക്കാക്കുന്ന ഒരു കാലമാണ്. ഒരു പെൺകുട്ടിയും ചെറുപ്പക്കാരനും അവര് തമ്മിലുള്ള സൗഹൃദം, അവര് മുതിർന്ന ആളുകളോടുള്ള ബന്ധം, ഇതിനെയൊക്കെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരാളെ കൊല്ലുമ്പോൾ എത്രമേൽ മനുഷ്യന് ക്രൂരത കാണിക്കാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ക്രൂരത നമുക്കിടയിലൊക്കെ ഒരു സർവ്വസാധാരണമായ സംഭവം പോലെയായ ഒരു രീതിയിലാണ് നമ്മൾ ഈ സമൂഹത്തിലെ അവസ്ഥകളെ നോക്കിക്കാണുന്നത്. അവിടെയാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ വെച്ച് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. ആ തീരുമാനങ്ങൾ നമുക്കിടയിലെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. ആ തീരുമാനങ്ങൾ നാട്ടിലെ സമാധാനത്തിന് വേണ്ടിയുള്ളതാകണം. ആ തീരുമാനങ്ങൾ ബന്ധങ്ങൾക്കിടയിലെ അടുപ്പം നിലനിർത്താൻ വേണ്ടിയുള്ളതാകണം. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുവചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇന്ന മിൻ അഫ്ളലിൽ അമലി, മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിൻ, ഒരു വിശ്വാസിക്ക് സന്തോഷം നൽകുക എന്നുള്ളതാണ്. വിശ്വാസി എന്നുള്ളത് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബോധന ചെയ്യുന്ന അഭിസംബോധിതരുടെ ഒരു വിഭാഗത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ, അത് നമ്മോട് പറയുമ്പോൾ നമുക്കിടയിലുള്ള എല്ലാ ജനങ്ങളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട്. വിശ്വാസി എന്നതിനപ്പുറം സർവ്വജനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും സന്തോഷമുണ്ടാകുന്നത് നൽകൽ, സന്തോഷമുണ്ടാകുന്ന വർത്തമാനം പറയൽ, പരിശുദ്ധ പ്രവാചകന്റെ വാക്ക് മറ്റൊരാൾക്ക് ആനന്ദം നൽകൽ, സന്തോഷം നൽകൽ ഏറ്റവും ഉദാത്തമായ സൽക്കർമ്മമാണ് എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അതേതൊക്കെ രീതിയിൽ ഉണ്ടാകാമെന്നും ആ വചനത്തിന്റെ തുടർച്ചയിലുണ്ട്. തഖ്ലി അൻഹു ദൈനൻ, അവന്റെ കടം നിനക്ക് വീട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിനക്ക് ചെയ്യാമല്ലോ. നമ്മുടെ ചുറ്റുപാടുകളിൽ ആത്മഹത്യകൾ കാണുന്നു. പലതിൻ്റെയും കാരണങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടാറുള്ളത് സംഭവിച്ച ശേഷമാണ്. ഒരുപക്ഷെ ഈ അടുത്ത് നടന്ന പല ആത്മഹത്യകളും നമ്മളുടെ ഒന്നും നാടുകളിൽ നിന്ന് കൂടുതൽ വിദൂരത്തല്ല. ഒറ്റക്ക് ആത്മഹത്യ ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്. മരിക്കുമ്പോൾ അവർ ഭാര്യയെ കൂടെ കൂട്ടുകയാണ്.
ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടിയിട്ടാണ് കിണറ്റിൽ ചാടുന്നത്, തീ കൊളുത്തുന്നത്, വിഷം കഴിക്കുന്നത്. ഒട്ടുമിക്ക ആത്മഹത്യകളുടെയും പിന്നിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കടബാധ്യതകളാണ്. എല്ലാ കടബാധ്യതകളും സമൂഹത്തിന് ഒരുപക്ഷെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യത അങ്ങനെയുള്ള ആളുകളുടെ വിഷമങ്ങൾ അന്വേഷിക്കുന്ന എന്നതിനപ്പുറം തലമുറകൾക്ക് ഈ ധൂർത്തിനെ സംബന്ധിച്ച് അവർക്കിടയിൽ ഉണ്ടാകാൻ സംഭവിച്ചേക്കാവുന്ന അപജയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധവൽക്കരണം അവർക്ക് നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സാധ്യമാകാത്ത വലിയ ഒരു ദുരവസ്ഥ നമ്മുടെ നാടുകളിലുണ്ട്. നിസ്സാരമായ ആവശ്യങ്ങൾ വന്നാൽ പോലും പലിശക്ക് പണം കിട്ടുന്ന ഇടങ്ങളെ ആശ്രയിക്കുന്നു. വലിയ വീടുകൾ കണ്ട അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ അത്ഭുത സ്തബ്ധരാകുന്നു. എത്ര മനോഹരമായ വീടാണ്, പക്ഷേ അതിന്റെ അടിത്തറ പൊള്ളയാണ്. കാരണം അവൻ ഉണ്ടാക്കിയിരിക്കുന്നതൊന്നും അവന്റെ സമ്പാദ്യം കൊണ്ടല്ല. ബാങ്കിൽ നിന്ന് പണം കടമായി കിട്ടുക എന്ന് ഒരുപക്ഷെ എളുപ്പമായിരിക്കും, ലക്ഷങ്ങൾ കിട്ടുമായിരിക്കും. പക്ഷേ അത് ഓരോ മാസവും തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പലിശക്ക് മേൽ പലിശയായി പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ അതിനെ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് പറഞ്ഞതുപോലെ മായ്ച്ചു കളഞ്ഞ് അവസാനം ഇനി രക്ഷയേതുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയാണ്. സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട്. അതിനൊക്കെ അപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിലുള്ളവരുടെ ഇത്തരം അവസ്ഥകളെ തിരിച്ചറിഞ്ഞതിന് പരിഹാരം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. തഖ്ലീ ലഹു ഹാജ, അവന്റെ ഒരാവശ്യം നീ അവന് നിറവേറ്റി കൊടുക്കുക. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിനനുസൃതമായിട്ടാണ്. SSLC പാസ്സായ ഒരു കുട്ടിക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സീറ്റുകൾ അന്വേഷിച്ച് ആ വിദ്യാർത്ഥിയും അവരുടെ കുടുംബങ്ങളും പരക്കം പായുന്ന ഒരു ഘട്ടമാണിത്. പ്രത്യേകിച്ച് തൃശൂർ ഉൾപ്പെടെയുള്ള മലബാറിലെ ഇതര ജില്ലകളിൽ +2 പഠിക്കാൻ ആവശ്യമായ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന സീറ്റുകളില്ല എന്ന ഒരവസ്ഥ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് സ്കൂളുകളിലേക്ക് പോകണം, എങ്ങനെയാണ് അവിടെ ചെന്നാൽ അഡ്മിഷൻ ലഭ്യമാവുക, ഇത്തരം കാര്യങ്ങളിൽ നമ്മളുടെ അയൽപക്കത്തുള്ള കുട്ടി, നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള കുഞ്ഞുങ്ങൾ, നമ്മളുടെ പരിസരങ്ങളിലുള്ളവർ, നമ്മളുടെ കുടുംബാംഗങ്ങളിലുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടുമ്പോഴാണ് ഒരു സാമൂഹികമായ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മളുടെ മതപരമായ ഒരു ദൗത്യമായി അള്ളാഹു പ്രതിഫലം നൽകുന്ന ഒരു കാര്യമായി നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോകേണ്ടത്, സീറ്റുകൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയിട്ട് ചേർക്കേണ്ടത്. സന്ദർഭോചിതമാണ് ആവശ്യങ്ങൾ. ചില ഘട്ടങ്ങളിൽ അതായിരിക്കാം. അയൽപക്കത്ത് ഒരാൾ രോഗിയായി നമ്മൾ കാണാൻ പോകുന്നു. ഒരു വിശ്വാസിയുടെ ദൗത്യം എന്താണ്? ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കണം. ഏത് ഹോസ്പിറ്റലിലൊക്കെയാണ് അത്തരം ചികിത്സക്ക് ആവശ്യമുള്ളത് എന്ന രീതിയിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവണം. സഹോദരിമാർക്കൊക്കെ അത് പറ്റും. നമുക്ക് ചുറ്റുപാടുകളിലുള്ളവരോട് ആരോടും സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുള്ള കാലമാണ്. നമുക്കൊരു പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏത് ഹോസ്പിറ്റലിലാണ് നല്ല ചികിത്സ കിട്ടുക, എവിടെയാണ് ഡോക്ടർ ഉള്ളത്, ഇയാളുടെ അസുഖത്തിന് എങ്ങനെയൊക്കെയാണ് ചികിത്സ നിർണ്ണയിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അവിടെ പരിപാലനം നടത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ചിലപ്പോൾ അത്യാവശ്യമായിട്ട് അയൽപക്കത്തുള്ള നിങ്ങളുടെ സഹോദരിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്, ആരും അവിടെ ഇല്ല. ആ സമയത്തൊരു നിങ്ങളുടെ ദൗത്യം എന്താണ്? നിങ്ങളുടെ വീട്ടിലുള്ള പാചകമോ മറ്റു കാര്യങ്ങളോ TV കാണലോ എല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ സഹോദരിയോടൊപ്പം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി കൊടുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതൊക്കെ മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. തുനഫിസു ലഹു കുർബ, അവന്റെ ഒരു പ്രയാസം നീ ദൂരീകരിച്ചു കൊടുക്കൽ. ഔ തുത്ഇംഹു ഖുബ്സ, നീ മറ്റുള്ളവർക്ക് ആഹാരം നൽകൽ. പരിശുദ്ധ ഖുർആനിൽ പരലോകത്തെ മനോഹരമായ അരുവികളിൽ നിന്ന് ജലപാനം നടത്തുന്ന സത്യവിശ്വാസികളെ കുറിച്ചുള്ള വർണ്ണനയുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, നിശ്ചയമായും ഗുണം ചെയ്ത ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, വെൽഫെയർ അസോസിയേഷന്റെ
സംഘാടനത്തിലും പ്രവർത്തനത്തിലും പങ്കാളികളായിരിക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ആ പറഞ്ഞ ഇന്നൽ അബ്റാറ അത് നിങ്ങളാവണം. ആ അസോസിയേഷൻ അതാവണം. നന്മ ചെയ്ത ആളുകൾ, ബിർറ് ചെയ്ത ആളുകൾ, ഗുണം ചെയ്ത ആളുകൾ. ഇന്നൽ അബ്റാറ യശ്റബൂന അവർ പാനം ചെയ്യുന്നു മിൻ കഅസിൻ ചഷകത്തിൽ നിന്ന് കാന മിസാജുഹാ കാഫൂറ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹ് അല്ലാഹുവിന്റെ അടിമകൾ കുടിക്കുന്ന അരുവിയിലെ ജലം കർപ്പൂരം ചേർത്തിട്ട് അവർ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യുന്നു, കുടിക്കുന്നു. യുഫജ്ജിറൂനഹാ തഫ്ജീറ അവരുടെ ഇഷ്ടാനുസരണം അവർക്ക് ആ അരുവികളെ ഒഴുക്കാൻ കഴിയും എന്നാണ് സ്വർഗീയാനുഭവങ്ങൾ പരാമർശിക്കപ്പെടുന്നത്. ഓർത്തു നോക്കിയേ നിങ്ങൾ, എന്താണ് ഇവർ ചെയ്ത നന്മകൾ? യൂഫൂന ബിന്നദിരി അവരുടെ മേൽ നിർബന്ധമായ കാര്യങ്ങളെ അവർ പൂർത്തിയായി ചെയ്യുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ ഭീതിതമായ പരലോകത്തുള്ള അനുഭവങ്ങളെ ഭയപ്പെട്ടുകൊണ്ടവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ട്, പക്ഷേ അവർ മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ്. വയുത്ഇമൂന ത്വആം ആർക്ക്? മിസ്കീനൻ വയതീമൻ വഅസീറ മിസ്കീനൻ പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്നവരാണ്. എത്ര മനോഹരമായ ഈ ലോകത്തെ ദൗത്യത്തെ സംബന്ധിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരാമർശിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഖുർആനിന്റെ പരാമർശം, ഖുർആനിന്റെ ആഹ്വാനം നമ്മൾ ആലോചിക്കേണ്ടത് പാവപ്പെട്ടവർക്ക്, അനാഥർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഖുർആൻ പറയുന്നുണ്ട് കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം നിങ്ങൾ ആരും അനാഥരെ ആദരിക്കുന്നില്ല എന്ന്. അനാഥർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതല്ല, അനാഥർക്ക് റെസ്പെക്ട് കൊടുക്കുക. അവരുടെ മനസ്സിൽ ഞാനൊരു പിതാവ് നഷ്ടപ്പെട്ടയാളാണല്ലോ എന്ന ആ വേവലാതി ഇല്ലാത്ത രീതിയിൽ ഉപ്പ നഷ്ടപ്പെട്ട, ഉമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിനോട് പെരുമാറുക, സമീപിക്കുക. വലാ തഹാല്ലൂന അലാ തുആമിൽ മിസ്കീൻ നിങ്ങൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല, നിങ്ങൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. ഭക്ഷണത്തോട് എന്റെ കയ്യിൽ ആകെ ഒരല്പം ഭക്ഷണമേ ഉള്ളൂ, അതാണ് അലാ ഹുബ്ബി, എനിക്ക് ആ ഭക്ഷണം വേണം. പക്ഷേ വയുത്ഇമൂന ത്വആമ ഭക്ഷണം അവൻ കൊടുക്കുന്നുണ്ട് അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ആ കാലഘട്ടത്തിൽ ശത്രുപാളയങ്ങളിൽ ബന്ധനസ്ഥരായി അക്ഷരരായി തിരിച്ചു വന്ന് എവിടെ നിന്നാണ് എനിക്ക് ആഹാരം ലഭ്യമാവുക എന്ന് അന്വേഷിക്കുന്ന ബന്ധനാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് ഇവർ. അവർക്കാണ് നാളെ പരലോകത്ത് സ്വർഗീയാനുഭവങ്ങളിൽ ഈ ജലപാനം നടത്താനുള്ള അവസരം ലഭ്യമാവുക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ് എന്ന് ഹബീബിന്റെ വർത്തമാനമുണ്ട്. ജനങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല ആളുകൾ അൻഫഉഹും ലിന്നാസ് അവർക്കിടയിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ജനങ്ങൾക്കിടയിലും അങ്ങനെയുള്ളവർ തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ട ആളുകൾ. അതൊരു ഉത്തരവാദിത്തമാണ്. അത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വലിയ ഒരു ഉന്നതമായ ഒരു വിചാരം കൊണ്ടുണ്ടാകുന്ന അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണത്. അതെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. അത് നമുക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികൾ വരാറുണ്ടോ? അതിഥികൾ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗതിയാണോ? ആ അതിഥികൾ വരുമ്പോൾ നിങ്ങൾ നല്ല ആഹാരങ്ങൾ പാചകം ചെയ്തു കൊടുക്കാറുണ്ടോ? അതിഥികൾ വന്നാൽ നിങ്ങൾ അവരെ സ്നേഹിക്കാനും സൽക്കരിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും മുതിരാറുണ്ടോ? നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ചുറ്റുപാടുകളിലെ ഓരോ ആവശ്യങ്ങളോടും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്. ചില നാടുകളിൽ അല്ലാഹു തആല അങ്ങനെയുള്ള ചില ആളുകളെ തന്നെ അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അവരായിരിക്കും ഒരാളുടെ വളർന്നു വരുന്ന പെൺകുട്ടിയെ ആ രക്ഷിതാവിനേക്കാൾ വേവലാതിയോടെ കാണുക. ആ പെൺകുട്ടിയുടെ കല്യാണം 18 വയസ്സായി അല്ലെങ്കിൽ 21 വയസ്സായി, പഠനമൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ പഠനവുമായി മുന്നോട്ട് പോകുന്നു. കല്യാണം വേണമെന്ന ആ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കുമ്പോ ഉപ്പയുടെ കയ്യിൽ പൈസ ഇല്ല, കയ്യിലൊന്നുമില്ല, ചെറിയ ചെറ്റക്കുടിലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ മനസ്സിലാണ് ഉണ്ടാവുക, ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമല്ലോ. അവരാണ് ആളുകളോട് 1000, 500, 5000, 10000 ഒക്കെ വാങ്ങിയിട്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം
ആ പെൺകുട്ടിക്ക് ആഹ്ലാദത്തോടെ നന്നായിട്ട് ചിരിച്ച് മനസ്സ് തുറന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു മാനസികാവസ്ഥ, അതിന് അല്ലാഹു തആല പകരം തരും. അതാണ് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ. ഞാൻ ആവർത്തിച്ചു പറയാണ്, ഭൗതികമായ ലോകത്ത് നമ്മൾ നൽകുന്ന ഇത്തരം ഉപകാരങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. ഒരു കർമ്മത്തിനും ഭൗതികമായിട്ടുള്ള ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുക. ഹജ്ജിന് പോയാൽ അവിടെ ഈ ലോകത്തുള്ള എത്ര ദശലക്ഷക്കണക്കിന് ആളുകളാണോ വന്നിട്ടുള്ളത്, 25 ലക്ഷം 30 ലക്ഷമൊക്കെയാണ് ഓരോ വർഷത്തെയും ഹജ്ജിന് വരുന്ന ആളുകളുടെ എണ്ണം. അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമുണ്ട് അറഫയിൽ. പുരുഷന്മാരൊക്കെ എത്ര സമ്പന്നരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും 2 വസ്ത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. പാന്റോ ഷർട്ടോ തിളങ്ങുന്ന വസ്ത്രങ്ങളോ ഒന്നുമില്ല. ഒരു തുണിയും അവരുടെ മേൽമുണ്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രവും. ഇതുമായിട്ട് അറഫയിൽ ഇങ്ങനെ നിന്ന് ദുൽഹിജ്ജ 9 കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ 10. ആ ദുൽഹിജ്ജ 9ന്റെ അന്ന് അസ്തമിച്ചതിന് ശേഷം മുസ്ദലിഫയിൽ പോയി രാപ്പാർത്ത് നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവിടെ പോയിട്ട് ജംറയിൽ പോയിട്ട് കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മിനയിൽ താമസിക്കുക ചെയ്യുക. 10നും 11നും 12നും 13നും താമസിക്കും. മിനയിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ ചെറിയ ടെന്റുകളാണ്. ഇതുപോലെയുള്ള ഒരു ടെന്റാണ് എങ്കിൽ, ഇത്ര വലുപ്പമാണ് എങ്കിൽ, ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 250 ആളെങ്കിലും ചെറിയ രീതിയിൽ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്ന് അയാളുടെ സന്തോഷവും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അയാൾ ജിദ്ദയിൽ ജോലി ചെയ്യാണ്. ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് 5 സഹോദരിമാരാണ് അത്രേ. ഈ 5 സഹോദരിമാരെയും കല്യാണം കഴിച്ചയച്ചു. 5ാമത്തെ സഹോദരിയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിച്ചയച്ചത് എന്നും അയാൾ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഉമ്മ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, മകനെ, നമ്മളുടെ 5ാമത്തെ ആളുടെ നമ്മൾ കൊടുക്കാമെന്നവർക്ക് വാക്ക് പറഞ്ഞിരുന്ന ഒരു 50,000 രൂപയുണ്ട്. അത് നമ്മൾ കൊടുത്തിട്ടില്ല. അത് എങ്ങനെയെങ്കിലും കൊടുക്കണം. നീ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ആ 50,000 രൂപ അയച്ചു തരണമെന്ന് പറയണം. ഇയാളാകെ പേടിച്ചു. 50,000 പോയിട്ട് 5,000 രൂപ പോലും എടുക്കാനില്ല. അങ്ങനെ ഇയാൾ ആ സമയത്ത് ഹജ്ജിന് അറബി സമ്മതം കൊടുത്തിരുന്നത്രേ. ഹജ്ജിന് സമ്മതം കൊടുത്തത് കാരണത്താൽ അയാൾ ഹജ്ജിന് വേണ്ടി വന്നു. ഇയാൾ പറയാണ്, ഞാൻ നേരെ അറഫയിലേക്കാ വന്നത് ദുൽഹിജ്ജ 9-ന്. അള്ളാഹിനോട് കുറെ ദ്വാരന്നു, കൂട്ടത്തിൽ ദ്വാരന്നു, പടച്ചോനെ എനിക്കൊരു 50,000 രൂപ അർജന്റാണ്, എന്റെ ഉമ്മ ചോദിച്ചിരിക്കുകയാണ്, പടച്ചോനെ അതിനുള്ളൊരു വഴി നീ കാണിച്ചു തരണേ. അത് കഴിഞ്ഞ് അയാൾ ഇങ്ങനെ മുസ്ദലിഫയിൽ പോയി രാപ്പാർത്തു. അവിടുന്ന് ദുആ ചെയ്തു. ജംറയിൽ പോയി കല്ലെറിഞ്ഞ് ദുആ ചെയ്തിട്ട് അയാൾ ഇങ്ങനെ തിരിച്ച് അവിടുന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ വരുമ്പോഴുണ്ടത്രേ ഒരാള്, ഒരു പാകിസ്ഥാനിയോ മറ്റോ ആയിരിക്കണ ഒരു സഹോദരൻ അവിടെ വിശന്ന് അവിടെ ആകെ തളർന്നു കിടക്കുന്നു, വൃദ്ധനായ ഒരാള്. സ്വാഭാവികമായിട്ടും വെൽഫെയർ അസോസിയേഷനിൽ പ്രവർത്തിച്ച ഒരാളുടെ മനസ്സിലുണ്ടാകുന്നത് പോലെയുള്ള ഒരു വികാരം, അയ്യോ ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമല്ലോ, പാവം പെട്ടുപോയല്ലോ. അയാൾ അവിടുന്ന് ഒരു വീൽ ചെയർ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഈ മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കല്ലൊക്കെ എറിയിച്ച് ഇങ്ങനെ അവിടെ കല്ലെറിഞ്ഞിങ്ങോട്ട് തിരിയുന്ന സമയത്തുണ്ട് കുറച്ച് അറബികൾ ഇങ്ങനെ വരുന്നു. ഇയാളുടെ കയ്യിൽ എന്തോ സദഖ കൊടുത്തു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ പറയാണ്, ഞാനിങ്ങനെ ഇയാളാ ടാഗൊക്കെ നോക്കി പാകിസ്ഥാനികളുടെ ടെന്റിൽ കൊണ്ടുപോയി ആക്കി. ഞാനിങ്ങനെ തിരിച്ച് അവിടുന്ന് ചെറിയൊരു കഞ്ഞിയൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ച് ഞാൻ അവിടുന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്താണ് ഇവര് സദഖ നൽകിയത് എന്ന് നോക്കുമ്പോഴുണ്ട് 5,000 റിയാൽ. സയൽ ഫൈസിയോട് പ്രത്യേകം പറയാനുള്ളത്, ഇനി അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ചോദിച്ചേക്കരുത് എന്നുള്ളതാണ്. ഹജ്ജിന് പോകുന്ന എല്ലാവരോടുള്ള ഒരു കാര്യം കൂടെയാണത്. അതാണ് കാര്യം. എന്തുകൊണ്ട് ആ മനുഷ്യനത് പറയുമ്പോൾ അയാളുടെ തന്നെ വർത്തമാനത്തിൽ അത് എന്തിനുള്ള ഗുണമാണ്? നമ്മളുടെ മനസ്സ് നിഷ്കളങ്കമായി ആ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുമ്പോൾ, നമ്മളുടെ കൽബിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടാവുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപക്ഷെ ഭൗതികമായ ലോകത്ത് നമുക്കതിൽ നിന്ന്, ആളുകളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് അതിന്റെ ഗുണങ്ങളില്ല എന്നുണ്ടെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ നിറവേറ്റി തരാൻ, നമ്മളുടെ കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ അല്ലാഹു ഉണ്ടാകും എന്ന കാര്യം അവിതർക്കിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വല അൻ അംശിയ മഅ അഖിൽ മുസ്ലിം ഫീ ഹാജതി, ഒരാളുടെ ആവശ്യം നിറവേറ്റാൻ അയാളോടുകൂടെ ഞാൻ നടക്കുക എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം, ഏതെങ്കിലും ഒരു കാര്യം ശരിയാകണം, എനിക്ക് ഒറ്റക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, അവിടെയുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ് എന്ന് എനിക്കറിയില്ല,
ഞാൻ അവന്റെ കൂടെ പോവുകയാണ്. വലി അൻ അംശിയ മഅ അഖിൽ മുസ്ലിം ഫീ ഹാജത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ആ ഒരു കാര്യം അഹബ്ബു ഇലയ്യ, അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മിൻ അൻ അഅതകിഫ ഫിൽ മസ്ജിദി ശഹ്റാ, ഒരു മാസം ഞാൻ ഈ മദീനയിലെ പള്ളിയിൽ ഭജനമിരിക്കുന്നതിനേക്കാൾ, ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സംഗതിയാണത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. വേറെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി, തന്റെ സഹോദരന് വേണ്ടിയിട്ട് ആരെങ്കിലും നടന്നാൽ, കൂടെ നടന്നാൽ, കാലുകൾ വിറകൊള്ളുന്ന പരലോകത്തെ ദിവസത്തിൽ അള്ളാഹു അവന്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, ഇതാണ് ഇസ്ലാമിന്റെ വ്യതിരക്തത, ഇതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ സാമൂഹികമായ ബാധ്യത, ഇതാണ്. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ വല്ലാതെ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ അത്തരം സന്തോഷങ്ങൾക്കും, നമ്മൾ അത്തരം ആശ്വാസവചനങ്ങൾക്കും, നമ്മൾ അത്തരം ഇടപെടലുകൾക്കും എവിടെയാണിന്ന് പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു മുൻകാലമുണ്ടായിരുന്നു, ഒരു ഗതകാലം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ആ കാലം തിരിച്ചു വരാൻ നമ്മളൊക്കെ മോഹിക്കുകയാണെന്നുള്ള ഒരു വെറുതെയുള്ള ഒരു വർത്തമാനം നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് അങ്ങനെയുള്ള അനുഭവങ്ങളില്ലാത്തത്? ആ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം സഹായത്തിന്റെ കാലഘട്ടമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 25 കൊല്ലം മുമ്പ് നമ്മളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്. ആ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് ഔദ്യോഗികത ഉണ്ടായിരുന്നില്ല. കല്യാണം എന്നുള്ള ചടങ്ങിന്റെ ഔദ്യോഗികതയല്ലായിരുന്നു, അതാ നാടിന്റെ ഒരു ഉത്സവമായിരുന്നു, നമ്മളുടെ കുടുംബാംഗങ്ങളുടെ ഒരു ഉത്സവമായിരുന്നു. കുടുംബാംഗങ്ങളൊക്കെ വീട്ടിൽ നേരത്തെ വരും. എന്റെയൊക്കെ നാട്ടിലെ അനുഭവങ്ങളാണ്. അനുജന്റെ മകളുടെ കല്യാണമാണ് എങ്കിൽ ജ്യേഷ്ഠനും പെങ്ങന്മാരും കുടുംബക്കാരും അവരൊക്കെ രാത്രി വരുന്നത്, രാത്രി ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ വിഭവസമൃദ്ധിക്ക് വേണ്ടിയല്ല, അവരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവരാണ് ആളുകളെ സ്വീകരിക്കുന്നത്. അതിലൂടെയൊക്കെ സംഭവിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? ഒരു കല്യാണം നടന്നിട്ടുണ്ട് എങ്കിൽ ആ കല്യാണം കാരണത്താൽ ആ ബന്ധങ്ങളൊക്കെ ഒന്നുകൂടെ വിളക്കി ചേർക്കപ്പെടും, ബന്ധങ്ങളൊക്കെ ഒന്നുകൂടെ അടുക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മളുടെയൊക്കെ നാട്ടിലെ പഴയ കാരണവന്മാര് കല്യാണവുമായി ബന്ധപ്പെട്ട് കുറേ ചടങ്ങുകൾ വെച്ചിട്ടുണ്ട്. എന്നാ ചടങ്ങുകൾ പോലും എടുത്തു പോയിരിക്കുകയാണ്. എന്റെയൊക്കെ നാട്ടിലുണ്ട് പല സൽക്കാരങ്ങളുണ്ട്, പല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും സംസാരിക്കാനും ഇടപെടാനൊക്കെയുള്ള പല സംവിധാനങ്ങളുണ്ട്. ഓരോ ഇടങ്ങളിലും അവർ പരസ്പരം കാണുമ്പോൾ ഇന്നത്തെ പോലെ 10 മിനിറ്റും അരമണിക്കൂറും അല്ല ഒരു ചടങ്ങിൽ അവർ ചെലവഴിക്കുക. ഒരു ദിവസമാണ് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു 20 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പൊക്കെ ഒരു ദിവസമായിരുന്നു. നമ്മളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ ദിവസം ആ വീട്ടുകാര് ആ അതിഥിക്ക് വേണ്ടി മാറ്റിവെച്ച ദിവസമായിരുന്നു. രാത്രി നേരത്തെ എഴുന്നേൽക്കും ഭക്ഷണം പ്രിപ്പയർ ചെയ്യാൻ. ഇന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഭക്ഷണം ഓർഡർ ചെയ്യാം, ഏത് വിഭവമാണ് എങ്കിലും കൊണ്ടുവരാം, അതിഥിയെ സൽക്കരിക്കാം. അതിഥി ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിഥി നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. പക്ഷേ ആ അതിഥി വീട്ടിലേക്ക് കടന്നു വന്നയാള്, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് വന്നയാള്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നയാള് നമ്മളുമായിട്ട് മനസ്സുകൊണ്ട് ആ ഒരു ഊഷ്മളതയിലേക്ക്, ആ ഒരു അടുപ്പത്തിലേക്ക് വരുന്നുണ്ടോ എന്ന വേദനയാണ് നമ്മൾ ഈ സാഹചര്യത്തിൽ പങ്കുവെക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യരായ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന എല്ലാ വരുമാന മാർഗങ്ങളും നമ്മളുടെ മനസ്സൊന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്കുള്ള ഗുണമാണ്. ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ അയാൾക്ക് അതിലൂടെ കാശ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ തൊഴിൽ ചെയ്യുന്ന ആള് ഒരാളെ സഹായിക്കാൻ, ഇവിടെ പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ, ഇവിടെ ഭക്ഷണം പാചകം ചെയ്ത് അതൊരു വരുമാന മാർഗമായിട്ട് സ്വീകരിച്ച ഒരാളുണ്ടെങ്കിൽ, ഇവിടെ ഏതൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലും അതയാളുടെ വരുമാന മാർഗമാണെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് നിയത്ത് ചെയ്താൽ അത് അല്ലാഹു തആല അയാൾക്ക് നാളെ ആഖിറത്തിൽ കൂലി കിട്ടാൻ സഹായമായേക്കാവുന്ന, കൂലി കിട്ടുമെന്ന് ഉറപ്പിക്കാവുന്ന സൽക്കർമ്മങ്ങളാണ്. സർക്കാർ ജോലിയുള്ള ആളുകളുടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ഒരു സർക്കാർ ഓഫീസിൽ ഒരു അഴിമതി നടന്നു കഴിഞ്ഞാൽ ആ സർക്കാർ ഓഫീസിലുള്ള എല്ലാവരും അറിയാതെ അത് നടക്കില്ല എന്ന്. എത്ര സത്യമാണ് പറഞ്ഞത്?
സർക്കാർ ഓഫീസിലേക്ക്, ഒരു വില്ലേജ് ഓഫീസിലേക്ക്, ഒരു താലൂക്ക് ഓഫീസിലേക്ക്, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസിലേക്ക് ഒരു മനുഷ്യൻ എന്ത് കാര്യത്തിനാണ് വരുന്നത്? അയാളുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യം നിറവേറ്റാനാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ്, അവിടെ സമീപനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ എല്ലായിടത്തും കാര്യങ്ങൾ അടച്ചു പറയല്ല. ഈ അടുത്ത് നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന കാര്യം, ഒരാള് കൈക്കൂലി വാങ്ങുന്നത് കേട്ടിട്ട് നാണക്കേടായി പോയി. വാങ്ങി 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 അയാൾ കോഴിമുട്ട കൈക്കൂലിയായിട്ട് വാങ്ങുന്നു, കൊടംപുളി കൈക്കൂലിയായിട്ട് വാങ്ങുന്നു. കോടിക്കണക്കിന് രൂപയാണ് കൈക്കൂലിയുടെ പൈസയായിട്ട് അയാളുടെ കയ്യിലുള്ളത് എന്നാ പറയുന്നത്. പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ പൈസ, പാവപ്പെട്ട മനുഷ്യന്റെ രക്തത്തിന്റെ വില. നമ്മൾക്ക് ഓരോ അടിസ്ഥാനപരമായിരിക്കുന്ന ആവശ്യങ്ങളുണ്ട്. ഈ രാജ്യം ചെയ്തു തരേണ്ട ആവശ്യങ്ങൾ. നമ്മൾ ഈ നാട്ടിലെ പൗരന്മാരാണ്. ഇവിടെയുള്ള കരണ്ട്, ഇവിടെയുള്ള വെള്ളം, നമ്മൾ താമസിക്കുന്ന വീട്, താമസിക്കുന്ന ഭൂമി, നമ്മളുടെ വഴികൾ, നമ്മൾക്ക് ഈ രാജ്യത്ത് നിലനിൽക്കാൻ ആവശ്യമായ ഓരോ നിയമപരമായിരിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോന്നും ഈ രാജ്യം നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ്. അതിന്റെ ഇടനിലക്കാരാണ്, അതിന്റെ സർവൻസ് ആണ്, സേവകന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകൾ, പോലീസുകാരായിരിക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ. നമ്മൾ ആലോചിക്കണം. ഞാനത് അതിവിടെ പറയുന്നത്, നമ്മളുടെ കൂട്ടത്തിലേക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കിട്ടിയാൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നുവെങ്കിൽ, വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പിലേക്ക് ആര് വരികയാണെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ചെറിയ നിയത്ത് വെച്ചാൽ നാളെ ആഖിറത്തിൽ നിങ്ങളുടെ നന്മകൾ കനം തൂങ്ങുന്ന ഏറ്റവും ഉദാത്തമായ ഒരു സൽക്കർമ്മമായിട്ടത് മാറും. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ജനങ്ങൾക്കിടയിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടയാൾ അൻഫഅഹും ലിന്നാസ്, ഏറ്റവും ഉപകാരമുള്ളയാളാണ്. ഒരാള് ഏറ്റവും ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മറ്റൊരാളുടെ മനസ്സിൽ ആഹ്ലാദം നിറക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്. പ്രവാചകന്റെ വചനമുണ്ട്, മൻ അദ്ഖല അലാ അഹ്ലി ബൈത്തിൻ മിനൽ മുസ്ലിമീന സുറൂറ. ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് ആരെങ്കിലും ഒരു സന്തോഷം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുപോയാൽ അവനക്ക് അല്ലാഹു പകരമായി സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അതിനെന്താ മാർഗമുള്ളത്? ഈ പറയുന്നത് മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളുടെ മാതാപിതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഭാര്യയുണ്ട്, നമ്മളുടെ ഭർത്താവുണ്ട്. അഭിനന്ദനം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരാളൊരു നന്മ ചെയ്താൽ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ഇടയിൽ, നമ്മളുടെ കുടുംബാംഗങ്ങളിൽ SSLC പാസ്സായ കുട്ടികൾ ഉണ്ടാവും. പഴയ കാലത്ത് ഒരു നാട്ടിൽ 1, 2, 4 ആളുകളൊക്കെ പാസ്സാവും. അപ്പൊ എല്ലാവരും പാസ്സാവും, പക്ഷേ ഓരോ കുടുംബത്തിലും അത് ഒരാളായിരിക്കും. ആ കുട്ടികൾ ആഗ്രഹിക്കും, ആ മാതാപിതാക്കൾ ആഗ്രഹിക്കും, എല്ലാ വിഷയത്തിലും A+ കിട്ടിയ നാട്ടിൽ 5, 10 ആളുകളെ ഉണ്ടാവുള്ളൂ, പക്ഷെ പാസ്സായ കുറെ ആളുകൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര ആൾ അഭിനന്ദിച്ചു? അതാണ് അഭിനന്ദനം. എന്തിനേറെ പറയണം, നല്ല ഒരു ചായ ഉണ്ടാക്കി തന്നാൽ ചായ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ പിശുക്ക് കാണിക്കുന്ന നമ്മളുണ്ടോ? SSLCയിൽ ജയിച്ചാൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിനന്ദനം, നല്ല വാക്ക് പറയാം, എല്ലാവരെ സംബന്ധിച്ചും നല്ലത് പറയാം. മഹാനായ 5ാം ഖലീഫയായി ലോകത്തറിയപ്പെട്ട വ്യക്തിയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന മഹാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ബസ്രയിലേക്ക്, ഇറാഖിലെ ബസ്രയിലേക്ക് നീതിമാനായ ഒരു ജഡ്ജിയെ, ഒരു വിധികർത്താവിനെ അദ്ദേഹം അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ 2 ആളുകളാണ് അതിന് യോഗ്യരായ ആളുകളായി ഭരണാധികാരിയുടെ മുമ്പിലെത്തിയത്. ഒന്ന് ഖൈസ് ബിൻ റബീഅ എന്നയാളും മറ്റൊന്ന് ഇയാസ് ബിൻ റബീഅ. 2 ആളുകളും സൂക്ഷ്മശാലികളാണ്, അഗാധ ജ്ഞാനികളാണ്, പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. ഈ വിവരം ഇവരറിയുകയാണ്. ഈ രാജാവ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇവരെ 2 പേരെയും ഇന്റർവ്യൂ ചെയ്ത് അദി എന്ന് പറയുന്ന രാജാവിന്റെ മന്ത്രിയെയാണ് ഏൽപ്പിച്ചത്. ഇതിൽ നിന്ന് ആരാണ് യോഗ്യരെങ്കിൽ അവരെയാണ് ബസ്രയിലെ ജഡ്ജിയാക്കേണ്ടത് എന്ന്. ഇവർ 2 പേരും ഇന്റർവ്യൂവിന് വേണ്ടി ഹാജരായപ്പോൾ അത്ഭുതകരമായ കാര്യം, ഖൈസ് പറയുന്നു, എന്നെക്കാൾ യോഗ്യൻ ഇയാസാണ്. ഇയാസ് വലിയ പണ്ഡിതനാണ്, ഇയാസ് സൂക്ഷ്മശാലിയാണ്, ഇയാസ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗ്രാഹ്യമുള്ളയാളാണ്. ഇയാസിനെ പരിശോധിച്ചപ്പോൾ ഇയാസ് പറയുന്നത്, എല്ലാറ്റിനേക്കാളും എന്നെക്കാളും കഴിവുള്ളയാൾ ഖൈസ് ബിൻ റബീഅയാണ്, നിങ്ങൾ ഖൈസിനെയാണ് ജഡ്ജാക്കേണ്ടത്. 2 പേരും മനസ്സ് തുറന്ന് കളങ്കരഹിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുകയാണ്.
അവസാനം അദി എന്ന മന്ത്രി പറഞ്ഞു, ഇവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേരെ ഇവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്താം. ഒന്ന് ഹസനുൽ ബസരിയെയും മറ്റൊന്ന് ഇബ്നു സിരീനും. ആ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സൂക്ഷ്മശാലികളുമാണ്. ഈ വിവരം ഇവർ രണ്ടുപേരും അറിഞ്ഞു. രണ്ടുപേർക്കും ബേജാറായി. അതിൽപ്പെട്ട ഏറ്റവും വലിയ ബേജാറുണ്ടായിരുന്നത് ഖൈസ് ബിൻ റബിയക്കായിരുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്ന കാര്യം, ഇതിലാരോട് എന്നെ കുറിച്ച് അന്വേഷിച്ചാലും നല്ലതേ പറയൂ. കാരണം രണ്ടാളുകൾക്കും എന്നെ നല്ല പരിചയമുണ്ട്, മറ്റേയാളെ എന്റെ അത്ര പരിചയമില്ല. ഇബ്നു സിരീന്റെ അടുക്കൽ പോയാലും എന്നെ അറിയാം, ഹസനുൽ ബസരിയുടെ അടുക്കൽ പോയാലും എന്നെ അറിയാം. അതുകൊണ്ട് രാജാവിന്റെ മുമ്പിൽ പോയി, ഭരണാധികാരിയുടെ മുമ്പിൽ പോയി ഖൈസ് ബിൻ റബിയ പറയുകയാണ്, എന്നെക്കാൾ ഏറ്റവും യോഗ്യൻ അല്ലാഹുവാണേ സത്യം, അത് ഇയാസ് ബിൻ മുആവിയയാണ്. ഞാൻ ഈ പറയുന്നത് കളവാണ് എങ്കിൽ കള്ളം പറയുന്ന ഒരാളെ എങ്ങനെ നിങ്ങൾ ജഡ്ജിയാക്കും? ഞാൻ ഈ പറയുന്നത് സത്യമാണ് എങ്കിൽ എന്നെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാളെയാണല്ലോ, അയാളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാളെയാണല്ലോ എന്നെ നിങ്ങൾ ജഡ്ജിയാക്കുമ്പോൾ സംഭവിക്കുക. അതുകൊണ്ടെല്ലാം കൊണ്ടും യോഗ്യൻ ഇയാസ് ബിൻ മുആവിയയാണ് എന്ന് പറഞ്ഞ് പിന്നീട് ബസ്രയിലെ വിശ്വപ്രസിദ്ധമായ നിയമങ്ങൾക്ക് വലിയ സാക്ഷ്യം വഹിച്ച അദ്ദേഹത്തിന്റെ നിയമങ്ങൾ, വിധികൾ പിൽക്കാലത്ത് നിയമവിശാരദന്മാർക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ സമൂഹത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഈ വ്യക്തിത്വം അദ്ദേഹം അവിടെ ജഡ്ജിയായി മാറി. പരസ്പരം അഭിനന്ദിക്കുക. അത് കേൾക്കുമ്പോൾ ഏതൊരാളാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഭക്ഷണം ഉണ്ടാക്കിയ ആള് ഭക്ഷണം നന്നായിട്ടുണ്ട്, ഒരു സംസാരം നന്നായിട്ടുണ്ട്, പെരുമാറ്റം നന്നായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വലിയൊരു മാർഗം പറഞ്ഞു, പരസ്പരം സമ്മാനങ്ങൾ നൽകുക. ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്തൊക്കെ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആചാരമായിരുന്നില്ലേ അത്? ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് 4 അമ്മാവന്മാരുണ്ട്. ഓരോ ലീവുകൾക്കും, ഓരോ സ്കൂളുകൾ പഠിക്കുന്ന കാലത്ത്, വെക്കേഷൻ കാലഘട്ടങ്ങളിൽ 10 ദിവസം 5 ദിവസമൊക്കെ ഓരോ അമ്മാവന്മാരുടെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള കുളങ്ങളിലും ചാടിയും മരങ്ങളിൽ കയറിയുമായിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അതിന്റെ അവസാനം എന്താ ഉണ്ടാവുക? നമ്മൾ ലീവ് കഴിഞ്ഞ് അവരുടെ വീട്ടിലുള്ള അവധിക്കാലം കഴിഞ്ഞ് പോരുമ്പോൾ അമ്മാവന്റെ വകയുണ്ടാകും നമുക്കുള്ള ചെറിയ സമ്മാനങ്ങൾ. അതായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മളുടെ പ്രലോഭനങ്ങൾ. ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ എൻ്റെ വല്യമ്മയെ കാണാൻ വേണ്ടി പോയിരുന്ന ഒരു പഴയ കാലമുണ്ട്. ഇപ്പൊ നാടിന്റെ മുമ്പിൽ, വീടിന്റെ മുമ്പിലൂടെ വാഹനങ്ങൾ പോകും. നാട്ടിലിറങ്ങിയാൽ നമുക്ക് ബസ്സാണ്, വാഹനങ്ങളാണ്. അന്ന് ബസ് കയറണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് 2-3-4 കിലോമീറ്റർ നടക്കണം. ആ നടക്കുന്ന വഴിയിൽ ഒരു, ഞങ്ങൾ തള്ളാന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, ഒരു വൃദ്ധയുടെ കടയുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉമ്മ അവിടെ നിന്ന് പുകയില വാങ്ങും, എൻ്റെ വല്യമ്മക്ക് വേണ്ടിയിട്ട് പുകയില വാങ്ങും. അതുപോലെ തന്നെ തേന്നിലാവ്, അതിന്റെ പേര് പടുത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ആ മിഠായി വാങ്ങും. എന്നിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മാവന്മാരുടെ കുട്ടികൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാണെന്ന് ഈ അടുത്ത് അവരുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്. എൻ്റെ അമ്മായിയാണല്ലോ, അമ്മായി വരുന്നത് ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എന്താ കാര്യം? അമ്മായി വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അന്ന് ആ മിഠായി കൊണ്ടുവരും. വേറെ അങ്ങനെ അമ്മായി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മിഠായിയാണ് ഓർമ്മ വരിക. ഇപ്പോഴും അമ്മായി ഓർക്കുമ്പോൾ ആ മിഠായിയാണ് ഓർമ്മ വരിക എന്ന് പറയും. ഓർത്തു നോക്കിയേ, എൻ്റെ ആ വല്യമ്മക്ക്, എൻ്റെ ഉമ്മ പറയും, വല്യമ്മക്ക് ഉമ്മ ചെല്ലുമ്പോൾ കൊടുക്കുന്ന ആ പുകയിൽ അതൊരു സമ്മാനമാണ്. അവർക്ക് ആവശ്യം അതാണ്. പ്രായമേറിയ പഴയ കാലത്തൊക്കെ വല്യമ്മമാരും വല്യപ്പമാരും നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴാണ് അതൊക്കെ എടുത്തുപോയത്. ഈ പുകയിലയും അടക്കയും ഒക്കെ വെച്ചിട്ട് മുറുക്കുക എന്ന് പറയും നമ്മളുടെ പഴയ ഭാഷയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് ആ സമ്മാനങ്ങൾ നമ്മളുടെ വീട്ടിലേക്ക് ഓർത്തു നോക്കിയിരിക്കുന്ന ആർക്കാണ് അങ്ങനെയുള്ള ഓർമ്മകളില്ലാത്തത്? എന്നാൽ ഇന്ന് അങ്ങനത്തെ ഒരു ഓർമ്മ കൊടുത്ത് നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾക്കിടയിൽ ആ ബന്ധങ്ങളെ അടുപ്പിക്കാനും ഊഷ്മളമാക്കാനും തയ്യാറായവരുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2 മാസം തീരെയാണ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ വെക്കേഷന്റെ കാലത്ത്. നിങ്ങളുടെ കുട്ടികൾ വിരുന്നു പോയോ? പേടിയാണ്, കുട്ടികളെ പറഞ്ഞേക്കാൻ പേടിയാന്ന് പറയുന്നത്. ഇങ്ങോട്ടാരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ വെറുതെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. അതൊക്കെ ഉള്ള ഒരു കാലത്തേക്ക് തിരിച്ചു വരണം. കുട്ടികൾ മൊബൈൽ ഫോണിലാണ്, കുട്ടികൾ കണ്ടുകൊണ്ടേയിരിക്കാൻ. നമ്മൾ പറയും അവർ വലിയ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകത്തും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തൊക്കെയാണ്. അതൊക്കെ നല്ലതാണ്, അവർക്ക് ഗുണം ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കുക. അവർ ഗെയിം കളിച്ചോട്ടെ, അവർക്ക് അതുകൊണ്ടൊക്കെ ഗുണം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പക്ഷേ മനുഷ്യത്വം അവരുടെ ഹൃദയത്തിലില്ല എന്നുണ്ടെങ്കിൽ, ഈ ബന്ധങ്ങളുടെ വില അവരറിയുന്നില്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ വെറും ATM മെഷീൻ മാത്രമായിരിക്കും, ഉമ്മ വസ്ത്രം അലക്കി തരാനുള്ള ആള് മാത്രമായിരിക്കും. അവിടെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു മനോഹരമായ സൈക്കോളജിയെ നമ്മൾ പഠിക്കേണ്ടത്. തഹാദൗ തഹാബു,
നിങ്ങൾ സമ്മാനം കൊടുക്കൂ, എങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ റസൂൽ ഒരിക്കൽ ഇങ്ങനെ നബിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു, നബിക്ക് ഓരോരുത്തർ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലിരിക്കുമ്പോ അവിടേക്ക് റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നല്ല രസമുള്ള ഒരു ഉടുപ്പ്, അതിലിങ്ങനെ ചെറിയ അലങ്കാര പണികളൊക്കെ ഉണ്ട്. പ്രവാചകൻ അന്വേഷിച്ചു, എവിടെയാണ് ഉമ്മു ഖാലിദ്? ഉമ്മു ഖാലിദ് ആരാന്നറിയോ? അബുൽ ആസ് എന്ന കറുത്ത വർഗ്ഗക്കാരനായി എത്യോപ്യയിൽ നിന്ന് പലായനം ചെയ്തു വന്ന ഒരു അടിമയായ മനുഷ്യന്റെ മകളാണ് ഉമ്മു ഖാലിദ്. അപ്പൊ എല്ലാരും കൂടി തപ്പിപ്പിടിച്ച് ഒരു 2-3 വയസ്സ് പ്രായമുള്ള ഉമ്മു ഖാലിദ് ഉണ്ട്, ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ വരുന്നുണ്ട്. ഉമ്മു ഖാലിദ് അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടി വരുമ്പോ റസൂൽ ആ ഉമ്മു ഖാലിദിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ വസ്ത്രം നബി തന്നെ ഉമ്മു ഖാലിദിന് ഇങ്ങനെ അണിയിച്ചു കൊടുത്തു. ആ കുട്ടി ആ വസ്ത്രത്തിന്റെ ഓരോ അലങ്കാരങ്ങൾ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോ നബി ആ കുട്ടിയെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട്? സന സന, നന്നായിട്ടുണ്ടല്ലേ, നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടി ഇങ്ങനെ ആ വസ്ത്രവും ധരിച്ച് തുള്ളിച്ചാടി പള്ളിയുടെ പുറത്തേക്ക് പോകുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുന്ന നബിയും അനുയായികളും. ഇതാണ് മുസ്ലിമിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ചിത്രമായിട്ട് മാറേണ്ടത്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ നൽകുക. അതിനപ്പുറം നമ്മളുടെയൊക്കെ മനസ്സ്, നമ്മളുടെയൊക്കെ ഹൃദയം മറ്റുള്ളവരിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ബാഹ്യമായ രൂപമുണ്ട്. അതിനാണ് ഒന്നുകിൽ പുഞ്ചിരി എന്ന് പറയാ, അതല്ലെങ്കിൽ നല്ല വാക്ക് എന്ന് പറയാം. നബിയുടെ പ്രത്യേകത അതായിരുന്നല്ലോ. സ്വഹാബികൾ പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ജരീർ എന്ന സ്വഹാബി പറയാണ്, ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചത് മുതൽ റസൂലിനെ ഞാൻ കാണുമ്പോഴെപ്പോഴും നബിയുടെ മുഖം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, എന്റെ മുഖത്ത് നോക്കി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുമായിരുന്നു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് നല്ല വാക്കുകൾ പറയാ, നന്നായി പുഞ്ചിരിക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, ബന്ധങ്ങളിലൊക്കെ നമ്മൾ ഊഷ്മളത പാലിക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കുവാനുള്ള കാര്യം, നമുക്കിടയിലുള്ള മാനസികമായ ഐക്യത്തെ വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ ഊർജ്ജസ്വലമാക്കുക. ഒരാവശ്യം ഈ നാടിന്റെ മുന്നിൽ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നേതൃത്വം നൽകുന്ന വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികളുടെ മുന്നിലേക്ക് സഹായ ഹസ്തങ്ങളുമായിട്ട് ചെല്ലുന്ന ഒരു മനോഗതി, ഒരു മനസ്സിലുണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു താല്പര്യം നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെ ഈ നാടിന്റെ നന്മ, ഈ പ്രദേശത്തിന്റെ പെരുമ, ഈ നാട്ടിലെ ജനങ്ങളുടെ പരസ്പരമുള്ള ഐക്യം, സ്നേഹം, അതിനൊക്കെയുള്ള ഒരു കൂട്ടായ്മയായി പ്രിയപ്പെട്ട 2 അഷ്റഫുമാരാണ് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ആളുകൾ. അവരുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട സഹൽ ഫൈസിയുടെ നേതൃത്വത്തിൽ, ഭാരവാഹികളായ ബാക്കിയുള്ള ആളുകളുടെ നേതൃത്വത്തിലൊക്കെ ഈ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മൾ പറഞ്ഞത് അള്ളാഹു തആല സ്വീകരിക്കട്ടെ, നമ്മൾ കേട്ടത് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സഹായം നൽകിയ ആളുകൾക്ക് അള്ളാഹു അളവറ്റ പ്രതിഫലം കൊടുക്കട്ടെ. അവർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് വലിയ പ്രതിഫലം കൊടുക്കട്ടെ. നമ്മളുടെ മുന്നിലേക്ക് ആവശ്യങ്ങളുമായിട്ട് വരുന്ന രോഗികൾക്ക്, നമ്മളുടെ മുന്നിലേക്ക് വൈവാഹിക ആവശ്യങ്ങളുമായിട്ട് വരുന്ന കുടുംബങ്ങൾക്ക്, മറ്റു കാര്യങ്ങൾക്ക്, വീട് പണിയാൻ വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്നവർക്ക് അളവറ്റ രീതിയിൽ വലിയ സഹായങ്ങൾ നൽകുന്നവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. നമ്മളുടെ നാട്ടിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു വലിയ കാവൽ നമുക്ക് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.